എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഒന്നാമത്തെ സ്വലാത്ത് ദുനിയാവിലുള്ള നമുക്ക് തന്ന വിഷമങ്ങളെല്ലാം മാറ്റിത്തരാനും ഇനി ഒരു സങ്കടം പടച്ചിറപ്പ് തരാതിരിക്കാനും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ആ സ്വലാത്ത് ഒരുപാട് പേര് രോഗികളാണ്, മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗമല്ല തരാതിരിക്കട്ടെ. ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരാദ്യം മരിക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹു അറ്റാക്കറബ് തരാതിരിക്കട്ടെ. എപ്പോഴും ദ്വാരിക്കണം. എപ്പോഴും രണ്ട് കാര്യം അല്ലാഹുവോട് ദ്വാരിക്കണം. ഒന്ന്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കണം. രണ്ടാമത്, നമ്മളെ വലിയ മാരകമായ രോഗം അല്ലാഹു തരാതിരിക്കാൻ എപ്പോഴും ദ്വാരിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മൂന്നാമതൊരു സ്വലാത്തും കൂടി നമ്മൾ ചൊല്ലും. എന്തിനാ? മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും അള്ളാന്റെ റസൂല് പറയാണ്, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിൽ നിന്നൊരു പൂന്തോപ്പിൽപ്പെട്ട പൂന്തോപ്പാണ്. അവിടെ ചെന്നിട്ട് നെറ്റിത്തടമൊന്ന് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. പോയവർക്ക് പോകാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഞാന് അള്ളാഹിനോട് ദ്വാരിക്കും, പഠിച്ചോനെ ഒരു തവണയെങ്കിലും മദീന കാണാൻ എനിക്ക് ഭാഗ്യം കൊണ്ട് റബ്ബേ എന്ന് അള്ളാഹിനോട് ദ്വാരിക്കും. എന്റെ അമ്മ മരിക്കുന്നതിന്റെ 2-3 കൊല്ലം, ഒരു 5 കൊല്ലം മുമ്പ് എന്റെ അമ്മ എന്നോട്, ഞാൻ അമ്മയോട് ചോദിക്കും, എന്താ അമ്മ അങ്ങക്ക് ദുനിയാവിലെ ആഗ്രഹം ചോദിക്കും. എന്റെ ഉമ്മ പറയാറുണ്ട്, മരിക്കുന്നതിന്റെ മുമ്പൊരു തവണയെങ്കിലും ഹബീബായ മുത്തനബിന്റെ ചാരത്ത് ചൊല്ലണം. ഞാൻ പറയും, പൈസ ഇല്ലാത്ത നമ്മൾ എന്താ അമ്മ ചെയ്യാ? അങ്ങനെ അല്ലാഹുവിനോട് ക്ഷമിച്ച് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. ആ സമയത്ത് അല്ലാഹു കുറച്ച് പൈസ എനിക്ക് തന്നു. വേഗം ഞാൻ എമ്മാനെയും മൂത്തമ്മാനെയും കൊണ്ട് ഉംറയ്ക്ക്. 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ അമ്മ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഉമ്മ പറയാണ്, ഉമ്മാന്റെ മകന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു തവണയും കൂടി എനിക്ക് പോകണം, ഒരു തവണയും കൂടി ഉമ്മ എനിക്ക് പോകണം. വീണ്ടും ഞാൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. ഞാൻ റബ്ബിനോട് ദ്വാരിക്കും, എന്റെ ഉമ്മാന്റെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കി കൊടുക്കാൻ ഒരു വഴി കാണിച്ചുകൊണ്ടാ. കാരണം അമ്മാരെ നോക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. എന്റെ വിജയം എന്റെ അമ്മയാണ്. എന്റെ അമ്മ എവിടെ പോയാലും പറയും, ശോനെ എന്റെ കുട്ടിക്ക് ബർക്കത്ത്. ഞാൻ 13-ാമത്തെ വയസ്സിൽ വയല് പറയാൻ പോകും പള്ളിക്കന്ന്. എന്നിട്ട് അവിടുന്ന് വയല് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ ഉമ്മാന്റെ കൊടുക്കും. ആ ഉമ്മാനെ നോക്കിയ കൂലിയാണ് ഇപ്പൊ എനിക്ക് റബ്ബ് ഈ തരുന്നത്. എന്റെ ഉമ്മയെ ഇന്നും എന്റെ ഉമ്മ എല്ലാ മാസവും ഞാൻ ഭക്ഷണം ഉമ്മക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കും. എല്ലാ മാസം ഒരു 5000 ഉറുപ്പ്യന്റെയും കൈമണിയായിട്ട് കൊടുക്കും. കാരണം ഉമ്മയല്ലേ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉമ്മാക്ക് ഉണ്ടാവില്ലേ. ഇപ്പൊ ഉമ്മ പെട്ടു. ഇന്നും എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അവിടെ ഉസ്താദന്മാരെന്തുണ്ട്, എല്ലാ ദിവസവും ഓതുന്നുണ്ട്. ആ 5000 എപ്പോഴും ഞാൻ എന്തുണ്ട് എന്റെ ഉമ്മാക്ക് ഞാൻ കൊടുക്കും. എല്ലാ മാസം അത് ഉസ്താദ് ഔദിന് വരും, കൊടുക്കും. അല്ലാഹു അങ്ങക്കൊക്കെ അങ്ങനത്തെ കൽബും സമ്പത്തും അല്ലാഹു തരട്ടെ. കൽബുണ്ടായിട്ട് പോരല്ലോ അല്ലെ, സമ്പത്തും വേണ്ടേ അല്ലേ? വേണ്ടേ? അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ അങ്ങനെ ആക്കട്ടെ. നമ്മളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഉമ്മാക്കും എന്റെ വാപ്പാക്കൊക്കെ പുറത്തു കൊടുക്കണമെന്ന് പറയാനുള്ള കൽബ് നമ്മളെ ഉമ്മാക്കല്ല, നമ്മളെ മക്കൾക്കല്ല കൊടുക്കട്ടെ. ഒരു ദിവസം ഒരു വാപ്പനോട് വന്നിട്ട് പറയാം, എന്റെ ഭാര്യ മരിച്ചു, എന്റെ ഭാര്യ മരിച്ചു. എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ കുട്ടിക്ക് 6 വയസ്സുണ്ടാകുമ്പോൾ എന്റെ ഭാര്യ മരിച്ചു. ഒരു ദിവസം ഞാൻ പള്ളിക്കരങ്ങനെ ഇറങ്ങി വരുമ്പോ 12-13 വയസ്സായി എനിക്ക്. ഒരു ദിവസം ഞാൻ ജുമാ നിസ്കരിച്ചു. ഞാൻ ഗൾഫിലാണ്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു. ഒരു ദിവസം ഞാനെന്റെ കുട്ടി നിസ്കരിച്ചു. ഞാൻ എന്റെ പെണ്ണുങ്ങളെ ഖബറിന്റെ അടുത്തൊക്കെ പോകാൻ നിന്നപ്പോ എന്റെ കുട്ടി കൂട്ടുകാരന്മാരെ വിളിക്കേണ്ടവർ വേഗം പോയി. അതെനിക്ക് വിഷമായി. അള്ളാഹു അങ്ങനത്തെ കൽബ് മക്കൾക്കൊന്ന് കൊടുക്കാതെക്കട്ടെ. ഖബറാളികൾ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ കാത്തിരിക്കുത്തരെ എന്റെ മക്കള് വരും അല്ലേ, എന്റെ മക്കൾ വരും. കുറച്ചോനെ അള്ളാഹുവേ നിങ്ങളെ മക്കൾക്കൊക്കെ നല്ല കൽബ് നൽകണേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 ഫാത്തിഹ ഓതുക. ആ ഫാത്തിഹന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ. 3 സ്വലാത്തും കൂടി നമുക്ക് ചൊല്ലും. മൈക്ക് റെഡിയാണല്ലോ ഉസ്താദെ? റെഡിയാണല്ലേ? മൈക്ക് ഓപ്പറേറ്റർ, ഇംഗ്ലീഷ് പറയാം, ഓപ്പറേറ്റർ. മൗലിയമാരാണ്, പണിയില്ലാത്ത സമയത്ത് അതിനൊക്കെ പോകും.
ഇപ്പൊ പിന്നെ പോക്കില്ലല്ലോ അല്ലെ, ഒഴിവുള്ളപ്പോഴും പോകും. പൈസ ഉണ്ടാക്കി തന്നെയാണ്. അല്ലാഹു കൊടുക്കട്ടെ കേട്ടോ. പിന്നെ കൂടെ 3 ഫാത്തിഹ ഓതണം. ഇലാ ഹദ്റത്തു നബിയനാ വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. غير المغضوب عليهم ولا الضالين آمين. وإلى حضرة يمدة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة هذر الكرني وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرته السيد أحمد جلال الدين البخاري കാട്ടിച്ചെറു പാപ്പ. وإلى حضرته കാഞ്ഞിരമുറ്റം ഫരീദ് വലിയുല്ലാഹ്. وإلى حضرته വരാമ്പറ്റു പാപ്പ. وإلى حضرته ഫാത്തിമ ബീവി. وإلى حضرته السيد أحمد جلال الدين البخاري കാട്ടിച്ചെറു പാപ്പ. وإلى حضرته മറൂൻ സയ്യിദ് ആറ്റക്കോയ തങ്ങളു പാപ്പ. وإلى حضرته മറൂൻ സയ്യിദ് മുത്തുകോയ തങ്ങളു പാപ്പ. وإلى حضرته ബാലവി സയ്യിദ് ആറ്റ ബീവി. وإلى حضرته ബാലവി സയ്യിദ് ബി കുഞ്ഞ് ബീവി. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മളോദിയ 3 സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഇനി 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. 3 സ്വലാത്ത്. ഒന്നാമത്തെ സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും, രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ, തന്ന രോഗം അല്ലാഹു ശിഫയാക്കി തരട്ടെ. മൂന്നാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും അവിടെ ചെന്ന് ദ്വാരക്കാനും ഈ നെറ്റിത്തടമൊന്ന് സുജൂദ് ചെയ്യാനും അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹി തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്താൽ അവനക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. അത് അല്ലാഹ് നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പൊ ഒരു വട്ടം ഞാൻ ആഗ്രഹിച്ചു. ഇപ്പൊ ഞാൻ മാസത്തിൽ ഒരു വട്ടം എന്ത് ചെയ്യും, ഞാൻ പോവും. അല്ലാഹ് എനിക്കൊരു ഭാഗ്യം തന്നെ. നിങ്ങൾ ഉംറക്ക് പോയ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ, ഉംറക്ക് പോയാല് അതൊക്കെ പോയിക്കണില്ലേ. അള്ളാഹു എനിക്കൊരു ഭാഗ്യം തന്നെ. എന്താ അറിയോ, ഞാൻ എപ്പോ എല്ലാ മാസവും ഞാൻ പോകുമ്പോഴും എനിക്ക് റൗളയിൽ കയറിയ അവിടെ നിസ്കരിക്കാൻ ഒരു സമയം, ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടിയ പേപ്പർ കിട്ടിയ. നിങ്ങള് അല്ലെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ, ഞാന് കേൾപ്പിച്ചില്ലേ? അത് അവിടെയാണ്, അതിന്റെ അവിടെയാണ് എന്ത് റൗള. സ്വർഗ്ഗമുള്ള ദുനിയാവിലെ സ്വർഗ്ഗം എന്ന് പറഞ്ഞില്ലേ. എപ്പോ പോയാലും എനിക്ക് നിസ്കരിക്കാനുള്ള സമയം അവിടെ കിട്ടും. അതെനിക്ക് അള്ളാഹ് തന്നൊരു നിഅമത്ത്. അല്ലാഹു നിലനിർത്തി തരട്ടെ. എപ്പോ പോയാലും എനിക്ക് ഈ പോയപ്പോ എനിക്ക് എന്താ കിട്ടിയത്, ഇശാ കിട്ടി. കഴിഞ്ഞത്തെ പോക്കിൽ സുബഹി കിട്ടി. എന്റെ കൂടെയുള്ളവർക്കൊന്നും എന്തില്ല കിട്ടിയത. അതെനിക്ക് റബ്ബ് തന്നെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അവിടെ ചെന്ന് എല്ലാവർക്കും ഇപ്പൊ ഇന്നലെ ഈ സമയത്ത് മതി അതങ്ങൾക്ക് വേണ്ടി അല്ലെ 80,000 ഉറുപ്പ്യ ചെലവാ. എത്രേ? 80 ഉറുപ്പ്യ. ആ 80 ഉറുപ്പ്യ ചെലവാക്കിയിട്ടാണ് എത്ര ഒരു 2-3 മണിക്കൂർ അവിടെ ചെലവഴിക്കാൻ പോകുന്നത്. അള്ളാഹു ബറക്കത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം അള്ളാഹു തരട്ടെ. 3 സ്വലാത്ത് നമ്മൾ ചൊല്ലിയാണ്.
3 സ്വലാത്ത്. ആ സ്വലാത്ത് നമ്മൾ യൂട്യൂബിൽ ആളുകൾ കാണുന്നുണ്ട്, നിങ്ങളും ചൊല്ലണം സ്വലാത്ത് കേട്ടോ. 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വീട്ടിലേക്കുള്ള റഹ്മത്തിന്റെ മാലാകമാർ അല്ലാഹു ഇറക്കി തരട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله സ്വീകരിക്കട്ടെ. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم اوصل وبلغ مثل ثواب ما قريناه وما صليناه هذه هدية واصلا ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. أرحم الراحمين ربي ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും നീ സ്വീകരിക്കണം അല്ലാഹ്. നൂറെ ഹബീബിന്റെ മുത്തുമണികൾ പാപങ്ങളാണ് അല്ലാഹുവേ. ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, സങ്കടങ്ങളുള്ളവരാണ്. നൂറെ ഹബീബിന്റെ മുത്തുമണികളെല്ലാരും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാഹുവേ. പല ആളുകളോടും ഞങ്ങൾ പൈസ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല. വിഷമങ്ങളെ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ആധാരങ്ങൾ പണയം വെച്ചത്, സ്വർണ്ണാഭരണങ്ങളും പണയം വെച്ചത്. അതുകൊണ്ടാണ് അല്ലാഹുവേ ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ട് റബ്ബേ ഞങ്ങൾ ആധാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും ബാങ്കിൽ നിന്ന് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തമ്പുരാന് അല്ലാഹുവേ സന്തോഷം നൽകണല്ല, സമാധാനം നൽകണയല്ല. അല്ലാഹുവേ നൂറെ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാകമാരെ നീ ഇറക്കി കൊടുക്കണല്ല. അല്ലാഹുവേ ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണല്ലോ, എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണമല്ല. ട്യൂമർ ഉള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുഴയുള്ളവരുണ്ട്, മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിൽ തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ഷുഗർ കാരണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, ചെവി വേദനിക്കുന്നവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട്, ചെവി ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, ചെവി ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, മൂക്കിൽ ദശയുള്ളവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരം നിലച്ചു പോയവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, അല്ലാഹുവേ നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, നെഞ്ചിന് മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാ അല്ലാ അല്ലാ
ഒരുപാട് പേര് നെഞ്ച് പ്രയാസപ്പെടുന്നവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ വയറ്റിൽ മുഴയുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നിയിൽ നീര് വന്നവരുണ്ട്, കിഡ്നിയിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ഷുഗർ കാരണം കൊണ്ട് ഞങ്ങൾ കിഡ്നി അടിച്ചു പോയവരുണ്ട്. അല്ലാഹുവേ ഒരുപാട് പേര് വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ആമാശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ അൾസർ ഉള്ളവരുണ്ട്, പുണ്ണ് വന്നവരുണ്ട്, ഗർഭപാത്രത്തിന് പ്രയാസങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ ഗർഭപാത്രത്തിലെ പ്രയാസം കൊണ്ട് ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ കുമിളകളുണ്ട്, ഗർഭപാത്രത്തിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ഊര വേദനിക്കുന്നവരുണ്ട്, ഊര ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, അല്ലാഹുവേ ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട്, പൈൽസിന്റെ രോഗമുള്ളവരുണ്ട്, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, വെള്ളപ്പാട് വന്നവരുണ്ട്, മാനസിക രോഗങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ അപസ്മാര രോഗങ്ങളുള്ളവരുണ്ട്, പ്രഷർ വന്നവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്. ഖാലിഖായ പടച്ച റബ്ബേ, അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ ശിഫ നൽകണം അല്ലാഹുവേ. നീ തരാത്ത രോഗമാണെങ്കിൽ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. സുബ്ഹാനല്ലാഹ്. കാലുമ മുറിയുള്ളവരുണ്ട്, ഷുഗർ വന്നിട്ട് വിരൽ കട്ട് ചെയ്തവരുണ്ട്, പഴുത്ത് വ്രണമായിട്ട് വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്, ഒരുപാട് പേര് ആശുപത്രിയിൽ വിരൽ കട്ട് ചെയ്താ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണം റബ്ബേ. അല്ലാഹ് നീ ശിഫ നൽകണല്ലാ, കാമിലായ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കണല്ലാ, ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ പേരമക്കളെ സ്വാലിഹീങ്ങളാക്കണല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ല. അവരെ കല്ലിനടിമയാക്കല്ല റബ്ബേ, അവരെ പെണ്ണിനടിമയാക്കല്ല റബ്ബേ, അവരെ കഞ്ചാവിനടിമയാക്കല്ല റബ്ബേ, അവരെ ഫോണിനടിമയാക്കല്ല റബ്ബേ. ഞങ്ങളെ മരുമക്കളോ, ഞങ്ങളെ പേരമക്കളോ, ഞങ്ങളെ ഭർത്താക്കന്മാരോ, ഞങ്ങളെ മക്കളോ, ഞങ്ങളെ ഉപ്പമാരോ ആങ്ങളമാരോ ആരെങ്കിലും എന്തെങ്കിലും ഷർറിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നൽകണമല്ലോ, അതിൽ നിന്ന് മോചനം നൽകണല്ല. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. അല്ലാഹുവേ സമാധാനം നൽകണല്ല, പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ മക്കളെ പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ ഭർത്താക്കന്മാരെ പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ ഭാര്യമാരെ പെടുത്തല്ല റബ്ബേ. പ്രസവിച്ച മക്കളെ വലിച്ചെറിഞ്ഞ് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോകേണ്ട കൽബ് തരല്ല റബ്ബേ. അങ്ങനെ ഒളിച്ചോടി പോയവർക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് നൽകണല്ല. അല്ലാ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. കോടാനക്കോടി സലാത്ത് ചെല്ലുന്ന വീടിന്റെ ഉമ്മറമാണ്. ഈ വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നത്. ഖാലിഖായ പടച്ച റബ്ബേ, ഇന്നത്തെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കണ്ണ് കൊണ്ടൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ആ റസൂലുള്ളാഹിനോട് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാ ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷവാർത്ത അറിയിക്കണം അല്ലാ. ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ആങ്ങളമാര് പ്രവാസികളാണ്, ഞങ്ങളിൽപ്പെട്ട പലരും പ്രവാസികളാണ്. അവരെ ജനാസപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ, അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. വീട്ടിൽ സമാധാനം നൽകണമല്ല. പാപ്പമാർക്കിടയിൽ, മക്കൾക്കിടയിൽ, അമ്മമായിമാർക്കിടയിൽ, മരുമക്കൾക്കിടയിൽ ഐക്യം നൽകണമല്ല. അല്ലാഹുവേ, മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. പ്രവാസികൾക്ക് വിസയില്ലാത്തവർക്ക് വിസ നൽകണം അല്ലാ, അക്കാമ ഇല്ലാത്തവർക്ക് അക്കാമ നൽകണേ അല്ലാ, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ, നൂറേ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാകമാരെ നീ ഇറക്കി കൊടുക്കണല്ല. ഒരാപത്തും ഞങ്ങൾക്ക് തരല്ല അല്ലാ.
ഒരു വിഷമവും ഞങ്ങൾക്ക് തരല്ല അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ, സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ല, കണ്ണേറുകാരന്റെ കണ്ണേറിന്ന് കാക്കണല്ല. ഇവിടെ ഇരുന്ന് ആമീ പറയുന്നവരെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണല്ല. യൂട്യൂബിലൂടെ കണ്ട് ആമീ പറയുന്നവരെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണല്ല. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ നീ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണല്ല, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണല്ല, സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണല്ല. ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിലിൽ ആഖിറ. പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഖബറാണ്. ഖബറിൽ രക്ഷപ്പെട്ടാൽ സിറാത്ത് പാലം പ്രശ്നമല്ല, മഹ്ശറ പ്രശ്നമല്ല, പിന്നെ അവനക്കൊന്നും പ്രശ്നമില്ല, സ്വർഗത്തിന് തടസ്സങ്ങളില്ല. അതുകൊണ്ട് ആരാരുമില്ലാത്ത ആരുടെ മണ്ണിൽ കിടക്ക് കാണുന്ന ഖബറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ല. ഖബറിൽ ഞങ്ങൾക്ക് യഥാർത്ഥ തരില്ല റബ്ബേ, ഖബറിൽ ഞങ്ങൾക്ക് സങ്കടങ്ങൾ തരില്ല റബ്ബേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണല്ല, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. വായിബായി മടക്കല്ല റബ്ബേ, വായിബായി മടക്കല്ല റബ്ബേ. ഒരുപാട് പേര് ഉംറക്ക് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ഇന്നലെ സിയാറത്ത് ചെയ്ത ഉംറ ഗ്രൂപ്പ് ഉണ്ട്. അവർക്കും നീ ഖൈർ നൽകണല്ലാ. ഒരു ഉംറ നീ സ്വീകരിക്കണേ അല്ലാ, ഒരു ഉംറ നീ സ്വീകരിക്കണേ അല്ലാ. നൂറെ ഹബീബിന്റെ മുത്തുമണികളെ ഉംറ നീ സ്വീകരിക്കണല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ അല്ല മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ വിജയിപ്പിക്കണേ റബ്ബേ. ഞങ്ങളെ സങ്കടങ്ങൾ മാറ്റിക്കൊണ്ട് റബ്ബേ. ഒരാളെ മുന്നിലും ചെന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈ നീട്ടേണ്ട ഗതികേട് തരല്ല റബ്ബേ. തന്റെ മക്കൾക്ക് മരുന്ന് വാങ്ങാന്, തന്റെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ, തന്റെ മക്കളെ കെട്ടിക്കാണുന്ന ഒരാളെ മുന്നിലും ചെന്ന് കൈ നീട്ടേണ്ട ഗതികേട് തരല്ല റബ്ബേ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീറ വലാ ഹൗല ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسل